ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ജോലി, അതായത് സോഫ്റ്റ് പ്രൂണിങ്ങിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ തന്നെ എൻ്റെ യന്ത്രമൊക്കെ എടുത്തിറങ്ങിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, നാടൻ ബൊഗെയിൻവില്ല ആയതുകൊണ്ടേ അതിൻ്റെ കമ്പെല്ലാം അങ്ങ് നീണ്ടിട്ട് പൂക്കൾ പൊഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അറ്റത്തുനിന്ന് തളിർപ്പ് ഇങ്ങനെ വരുക. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത്, ഇനിയിപ്പോൾ ഇതൊക്കെ ഇന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ആ കട്ടിങ്സ് വെച്ച് അടുത്ത വർഷത്തേന് പുതിയ തൈകളും ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഒന്നിങ്ങനെ നിൽക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര വെയിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു, അതിൽ കുറച്ച് ഭാഗമേ ഞാൻ പ്രൂൺ ചെയ്തുള്ളൂ, ബാക്കി ഇങ്ങനെ കിടക്കുക. അപ്പം പൂ പൊഴിയുന്നതനുസരിച്ച് പതിയെ ഓരോ കമ്പ് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം പൂക്കൾ വെട്ടിക്കളയാന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര വിഷമമുള്ള കാര്യം കേട്ടോ. പക്ഷേ അത് നല്ലതല്ല. പ്രൂണിങ് ചെയ്യുമ്പോൾ അത്യാവശ്യം അറ്റത്ത് മാത്രം ഇത്തിരി പൂക്കൾ ഉണ്ടെങ്കിലും അത് വെട്ടിക്കളയണം. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ പിന്നെ അത് പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഗാർഡനിൽ എപ്പോഴും തന്നെ പൂക്കളുണ്ടാവണം. ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിലങ്ങ് ഒരുവിധം ഉണങ്ങിയ പൂക്കളൊക്കെ ഞാൻ കളയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പൂ പൊഴിഞ്ഞ് നിൽക്കുന്ന ആ കമ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ചെയ്താൽ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മുടെ ബൊഗെയിൻവില്ലയിലെ പൂക്കൾ നിൽക്കുമല്ലോ, നിറഞ്ഞ പൂക്കൾ നിന്നില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഓരോ കളറൊക്കെ കാണുന്നത് ഭയങ്കര രസമല്ലേ, എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഹൈബ്രിഡിനൊക്കെ അങ്ങനെയല്ല, വെറുതെ അതിൻ്റെ ആ പൂക്കൾ വരുന്നത് ഭാഗം, ഉണങ്ങിയ ഭാഗമെല്ലാം എടുത്ത് ആ പൂക്കളങ്ങ് പെറുക്കി കളഞ്ഞാൽ മതി, അത് പറിച്ച് കളയുക. പക്ഷേ എൻ്റേത് മുഴുവൻ, അതായത് 99% നാടനാണ്, വർഷങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിലുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിനെ ഇങ്ങനെയൊക്കെയാണ് വെട്ടി ഒരുക്കി നിർത്തുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞാൻ ഫുള്ളായിട്ടും, അതായത് ഹാർഡ് പ്രൂണിങ് ചെയ്തതാണ്. ഇതിൻ്റെ എല്ലാം മാറ്റി വളമൊക്കെ ഇട്ട് എല്ലാം നല്ലപോലെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ വർഷം എന്തായാലും ചട്ടിയൊന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൂർണ്ണമായിട്ടും പൊഴിയുന്ന കമ്പുകൾ, പൂക്കൾ പൊഴിയുന്ന കമ്പുകൾ മുറിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു ഏകദേശം പുഷിയായിട്ട് തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കിയാൽ അതിൻ്റെ അകത്തൊരു ഓമമരം കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് തൂക്കത്തിലായി. ഞാൻ ഓർത്തത് അങ്ങനെ നിൽക്കട്ടെന്ന്. കാരണം ഇപ്പം എന്നാണെങ്കിൽ എനിക്ക് വീടിൻ്റെ പുറകിൽ ഒരു ഓമ വന്നിട്ടുണ്ട്. ഈ ചൂടത്ത് നല്ല പഴങ്ങളത് കിട്ടും, നല്ല ഇട്ട് അവിടെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പഴത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഒരു കുമ്പളമാണെന്ന് തോന്നുന്നു, അതും കിളുത്ത് വരുന്നുണ്ട്. നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇടത്തില്ല ചെടിച്ചട്ടിയിൽ, അങ്ങനെ കിളുത്ത് വരുന്ന കേട്ടോ. പിന്നെ അതും പടർന്ന് എത്ര മാത്രം പഠിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് അതിലെ പടർന്ന്, അതിനൊക്കെ ആയുസ് വളരെ കുറവല്ലേ. അപ്പം അത് പടർന്ന് കയറി കായ്ഫലം തരുന്നെങ്കിൽ തരട്ടെ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാനിപ്പോൾ ഒന്നും പറിച്ച് കളയുന്നില്ല, എല്ലാം അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ വെയിൽ കുറച്ച് ശക്തമാകാൻ തുടങ്ങി കേട്ടോ. എന്നാലും ഈ ഒരു സൈഡൊന്ന് തീർത്തേക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. 8 മണിയാകുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഭയങ്കര ചൂടുമായി. രാവിലത്തെ വെയിൽ ഇളം വെയിലാണെന്നൊക്കെ പറയും, പക്ഷേ ഉച്ചക്കത്തെ വെയിൽ പോലെ തന്നെ ചൂടാണ് രാവിലെയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിയെ തണൽ നോക്കിയിരുന്ന് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ഒരു റെഡ് ചില്ലി എന്ന് പറയുന്ന ഒരു കേട്ടോ, സ്ലീപ്പിംഗ് ബ്യൂട്ടി. റെഡ് ചില്ലി അല്ല, സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇത് ഞാൻ ഈ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്, ചെറുതായിട്ട് വാങ്ങിച്ചാൽ. പക്ഷേ നന്നായിട്ട് അതേ പൂവുണ്ടായി. പക്ഷേ പൂവുണ്ടായ കമ്പെല്ലാം ഉണക്കി പൂ വരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു തണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിലൊരു തണ്ടേലും പൂവുണ്ട്. ഞാനതങ്ങനെ നിർത്തി. ഇനി അതിൻ്റെ ഇല പൊഴിഞ്ഞ് കഴിയുമ്പം അത് കട്ട് ചെയ്ത് നന്നായിട്ട് റൂട്ടെക്സ് ഉണ്ട്, അതോടെ ഒന്ന് പ്രയോഗിച്ച് 2 തൈകൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ചുവട്ടിലെല്ലാം കാട് കയറിയിരിക്കുവാണേ. ഓരോ ചട്ടിയിലും കാടുണ്ട് കേട്ടോ.
ഇനി ആ കാടെല്ലാം പറിച്ച് കളഞ്ഞ് ഇത് ചുവടിളക്കി വളവും ഇടണം. അപ്പം അത് ഞാൻ ഇടുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും പ്രൂൺ ചെയ്ത് തീരണ്ടേ, ഇന്നും തീരത്തില്ല. ഇനി വൈകുന്നേരം കൂടെയൊക്കെ നോക്കി ഒന്ന് പ്രൂൺ ചെയ്ത് ഇന്ന് നാളെയുമായിട്ട് തീർക്കണം. കാരണം ഓരോ ഈ മുള്ളുള്ളത് കൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഗ്ലൗസൊക്കെ എടുത്തിട്ടു. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൈയെല്ലാം പോരും. കഴിഞ്ഞ ദിവസം ഗ്ലൗസ് ഇല്ലാതെ ചെയ്തിട്ട് എൻ്റെ കയ്യിലൊക്കെ മുള്ളു, എങ്ങനെ നോക്കിയാലും മുള്ളു കൊള്ളും. ഹൈബ്രിഡൊക്കെ ആണെങ്കിൽ ഈസിയാണ് കേട്ടോ, കാരണം അതിന് മുള്ളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഏതായാലും കുറച്ച് നേരം വന്നില്ല, വെയിലായി തുടങ്ങിയേ. ഇപ്പോൾ ഉടനെ തന്നെ എല്ലാം നിർത്തി ഇനി ഈ കട്ടിങ്സ് എല്ലാം എടുത്ത് ഇനി നന്നായിട്ട് 2-3 ചട്ടി ഇങ്ങനെ മറ്റേ ചെടികളൊക്കെ ഉണങ്ങിപ്പോയതൊക്കെ വേസ്റ്റായിട്ട് മറ്റേ ഇരിപ്പുണ്ട്, വെറുതെ ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്തോട്ട് നല്ലപോലെ മണ്ണിളക്കി ഈ കട്ടിങ്സ് എല്ലാം കുത്തി വെക്കാൻ പോവാം. അന്നേരം എനിക്ക് അടുത്ത വർഷത്തിന് കുറച്ച് തൈകളൂടെ കിട്ടുമല്ലോ. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, ചില ചട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും കീടബാധകളൊക്കെ വന്നേ നഷ്ടപ്പെട്ടു പോകാം. അന്നേരം നമുക്ക് അഡീഷണൽ ഒരു തൈ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, ചട്ടികളൊന്നും വെറുതെ ഇരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ കട്ടിങ്സ് എല്ലാം നന്നായിട്ട് ചെയ്യണം. അത് വൈകുന്നേരം തണലത്തോണ്ടിടാൻ പോകുന്നു. എന്നിട്ട് വൈകുന്നേരം എടുത്ത് മണ്ണിനകത്ത് കുഴിച്ച് വെക്കണം, നട്ട് വെക്കണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ അത് നടുവിൻ്റെ രീതിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ചിലപ്പോൾ ചില കമ്പൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഞാൻ കുറച്ച് തൈകൾ നമുക്ക് കിട്ടും ഉറപ്പായിട്ടും. അപ്പോൾ കട്ടിങ്സ് എടുത്ത് ഗ്രീൻ ഹൗസിനകത്തോട്ടൊന്ന് വെക്കുക. അവിടെ അതിൻ്റെ ചെറുതായിട്ട് വെള്ളം നനച്ച് കൊടുത്താൽ പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുത്താൽ മതിയല്ലോ. അതിൽ വേഗമൊക്കെ വന്നോളൂ. എന്തായാലും പൂക്കൾ എല്ലാം കട്ട് ചെയ്യുന്നില്ല. അതിനിടയ്ക്കൊരു മലേഷ്യൻ മുല്ലുണ്ട് കേട്ടോ. മലേഷ്യൻ മുല്ലാണ് വെള്ളപ്പൂങ്ങനെ പോലെ, അപ്പം ബ്രോക്കറ്റ് മുല്ല എല്ലാ കളർ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ നോക്കിയിട്ടുള്ളത് നല്ലപോലെ പടരും. പക്ഷേ മഞ്ഞ കളറിൽ പൂക്കളുണ്ടാകുന്നുണ്ട്, ആ വെള്ള കളർ കൊണ്ട് ഉണ്ടാകുന്നില്ല. മലേഷ്യൻ മുല്ല ഒന്നും അതിലിപ്പോൾ ഉണ്ടാകുന്നില്ല. പക്ഷെ നിറച്ച് പടർന്നിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. പൂക്കുമായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതും അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരാഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഇവിടെ കാണുള്ളേ. എൻ്റെ മദർ ഇപ്പോൾ ഹോസ്പിറ്റലിലായതുകൊണ്ട് അവിടെ ആയിരിക്കും മിക്കവാറും ദിവസം. അതുകൊണ്ടാണ് ഈ ചെടിയൊന്ന് നോക്കാനും കറക്റ്റ് ടൈമിൽ ഒന്ന് പ്രൂൺ ചെയ്യാനും ഒന്നും പറ്റാതെ വരുന്നത്. അപ്പം ഇന്നലെ ഞാൻ വന്നിട്ട് എല്ലാം ഒന്ന് വാടി നിൽക്കുമായിരുന്നു. 2-3 ദിവസമായി മഴ പെയ്തിട്ട്. അപ്പം വാടി നിൽക്കുമായിരുന്നു. എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു. എല്ലാവരെയും ഒന്ന് രാവിലെ നോക്കിയപ്പോൾ എല്ലാവരും നല്ലപോലെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്, നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നു. വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കണ്ട സങ്കടം തോന്നുമായിരുന്നേ. കാരണം ബൊഗെയിൻവില്ലയാണെങ്കിലും നല്ലപോലെ വാടിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ മനസ്സ് തന്നെ അനുവദിക്കത്തില്ല. കാരണം നമുക്കൊക്കെ ഇതൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോഴേ ഇത്തിരി വെള്ളമൊക്കെ കുറഞ്ഞു പോകുമ്പോൾ ഒരു വിഷമം എനിക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ ബൊഗെയിൻവില്ല നല്ലപോലെ വാടിയിട്ട് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോഴേ വെള്ളം ഒഴിക്കാവുള്ളൂ, കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. അത് നല്ല ചൂട് വേണം, ശരിയാണ്. പക്ഷേ ഈ പൂക്കളെ ഇങ്ങനെ കണ്ടിട്ടേ അത് ഇത്തിരി വാടിക്കഴിയുമ്പോൾ ഒരു വിഷമം തോന്നും, അത്രയേ ഉള്ളൂ. എന്തായാലും പൂക്കൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴേ ഇതിങ്ങനെ വല്ല കൊഴിഞ്ഞ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് ഇപ്പം ഏകദേശം ഇന്ന് തീരത്തില്ല. എന്തായാലും ഇപ്പം രാവിലെ കൊണ്ട് തീരത്തില്ല കേട്ടോ, രാവിലെ തീർത്തില്ല. ഇനി വൈകുന്നേരത്തെ കൊണ്ട് ചെയ്താലേ ഉള്ളൂ അതെല്ലാം നന്നായിട്ട് എല്ലാം ഒന്ന് ഏകദേശം ഒന്ന് പൊഴിഞ്ഞ കമ്പുകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം നാളെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ആഴ്ച ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് നാളെ കഴിഞ്ഞ് തൊട്ട് തേനോ അതിന് ചൂടൊന്ന് ഇളക്കിയിട്ട് ശകലം DAP പിന്നെ എല്ലുപൊടി അതുപോലെ തന്നെ ചാണകപ്പൊടി ഇരിക്കട്ടെ, ഇത് 3ഉം കൂടെ ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ചുവട്ടിൽ നിന്ന് മാറ്റി ചട്ടിയുടെ ചുവട്ടി മാറ്റി മണ്ണിളക്കി ഇട്ട് കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം തുടർച്ചയായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ അതിന് ഒരു ഫലം കിട്ടത്തുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം തുടർച്ചയായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് ഒന്ന് നന്നാക്കിയെടുക്കണം. അപ്പോഴേ എന്തായാലും നല്ല ആയിട്ടെങ്കിലും പൂക്കളുണ്ടാവും, ചിലപ്പോൾ പൂക്കളുണ്ടാകും. കാരണം വലിയ മഴയൊന്നുമില്ലല്ലോ, ഇപ്പം നല്ല ചൂടല്ലേ. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇനി നന്നായിട്ട് പൂക്കും.
എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചെറിയ കാട് പോലെ നിൽക്കുന്ന ഈ കാടിന് കാട് പോലെ എന്ന് പറയാൻ കാരണം കാട് പോലെ പറയാനായിട്ട് കാരണം വെച്ചാൽ മൊത്തം കാടാണ് കേട്ടോ. രാത്രി കയറി കഴിഞ്ഞാൽ കാടെല്ലാം ഇപ്പോൾ ചെടിയായിട്ട് കണ്ടിങ്ങനെ നിൽക്കുക. ഇനി ഏതായാലും വിചാരിച്ചെങ്കിൽ കുറേ കാടൊക്കെ ഒന്ന് മാറ്റി എല്ലാം പറിച്ചൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിന്നെ എല്ലാം നിൽക്കുന്നത് കാണുമ്പോൾ ഈ വെയിലത്ത് ഒരു പച്ചപ്പ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. കാരണം നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ നല്ല പച്ചപ്പും പല കളറും പച്ച, മഞ്ഞ, വയലറ്റ്, വെള്ള, അങ്ങനെ ഏതെല്ലാം കളേഴ്സ് നിറത്തിലുള്ള ചെടികളും ആ ചെടികൾ അതിൻ്റെ പൂക്കളും എല്ലാം കൂടെ നിൽക്കുമ്പോഴേ കണ്ടോ. ഈ ബൊഗെയിൻവില്ലയൊക്കെയാണ് എനിക്ക് പ്രൂൺ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ നന്നായിട്ടത് പൂക്കുന്നുണ്ട്. ലാവൻഡർ കളറ്, പിന്നെ ആ ഓറഞ്ച് കളറ്, ഇതൊക്കെ എൻ്റെ പഴയ നാടൻ ബൊഗെയിൻവില്ല തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊന്നും ഞാനൊന്നും പ്രൂൺ ചെയ്യുന്നില്ല. അതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു വയലറ്റ് കളർ നോക്കുന്നുണ്ട്, അതിന് നിറച്ച് മുള്ള കേട്ടോ. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കൊല പോലെ പൂവുണ്ടാവും. പക്ഷേ അതിങ്ങനെ ഉണങ്ങി നിൽക്കും, പൊഴിഞ്ഞു പോകത്തില്ല. അതാണ് കുറേ നാളത്തിന് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നല്ല ഫെയ്ഡായി അവസാനം ഉണങ്ങി ഇങ്ങനെ നിൽക്കും. അന്നേരം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാലേ അല്ലെങ്കിൽ പറിച്ച് കളയണം, എന്നാലേ അത് പൊഴിയുള്ളൂ. അങ്ങനത്തെ ഒരു ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ രാവിലെ ചെയ്ത് കുറച്ചധികം ജോലി രാവിലെ ചെയ്യാനുണ്ട്. അത് തന്നെയാണ്. ഇനി അടുക്കളയിലോട്ട് കയറി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ, ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരെ ചോദിക്കത്തില്ലേ രാവിലെ ചെടിയുടെ പുറകെ നടന്നാൽ. അതുകൊണ്ട് 7 മണി തൊട്ട് 8 മണി വരെ അതാണ് എൻ്റെ സമയം. പിന്നെ 8 മണി തൊട്ട് പിന്നെ ഒരു 11 മണി വരെ അടുക്കളയിൽ ചോറും കറിയും ഒക്കെ വെക്കുക കേട്ടോ. പാചകം അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും ചെയ്തില്ലേ പറ്റൂ, നമുക്കും കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം. പിന്നെ അല്ലാതെ കാര്യങ്ങളുണ്ട്. ഇപ്പം പൂച്ചയ്ക്കും, അതായത് കിറ്റിക്കും നോക്കിയായിക്കും ടൈഗറിനും ഒക്കെ ഭക്ഷണം കൊടുക്കണം. ടൈഗൊക്കെ കൊടുക്കണമെന്ന് ഓളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഭക്ഷണം കൊടുക്കണം, നമുക്കും ഭക്ഷണം വേണം. ഇനി എന്തെല്ലാം അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പറയണോ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോൾ പതിയെ പ്രൂൺ ചെയ്ത് എപ്പോഴും, അതായത് ഒരു ജൂലൈ വരെ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ പൂക്കൾ നിർത്താൻ നമുക്ക് നോക്കണം. അത് നല്ല കാര്യം. അതുപോലെ തന്നെ ഇനിയിപ്പം അടീനിയുണ്ട്, അതിനും ചൂടിളക്കി ഇനി അതിന് ശകലം ഈ പറഞ്ഞ വളം തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ കൂടി 2 ദിവസം എടുക്കും. പതിയെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ എൻ്റെ ബൊഗെയിൻവില്ലയിൽ നല്ല പൂക്കളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മൾ പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഇതിലിങ്ങനെ പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത വളത്തിൻ്റെ ഒക്കെ പെട്ടെന്ന് നനച്ചു കൊടുക്കുന്നതനുസരിച്ചൊക്കെയാണ് ഇതിന് പൂക്കളും ഉണ്ടാകുന്നത്. അപ്പം ഇന്നത്തെ കട്ടിങ്സൊക്കെ അവസാനിച്ചു. ഇനി ഇതെല്ലാം പെറുക്കി തണലത്തോട്ട് വയ്ക്കണം. എന്നിട്ട് വൈകുന്നേരം ഇത് ചട്ടിയിൽ നട്ട് വെക്കണം. എന്തായാലും നട്ട് വെക്കണം. കാരണം അടുത്ത വർഷത്തേന് പുതിയ തൈകൾ ഉണ്ടാവണം. കാരണം ഇതിൽ നിന്ന് കുറേ തൈകൾ ചിലപ്പം ചിലതൊക്കെ ഉണങ്ങിപ്പോകും കേട്ടോ, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ കളേഴ്സൊന്നും നിറങ്ങളുള്ള ചെടികൾ നഷ്ടപ്പെടാതെ അടുത്ത വർഷത്തേന് പുതിയ ചെടികൾ ഉണ്ടാക്കാം അല്ലേ. നല്ല കാര്യമല്ലേ. പാട്ടാ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കേ.